നമസ്കാരം. നെതന്യാഹുവിനെ വധിക്കാൻ ഇറാൻ പട നുഴഞ്ഞു കയറി. നെതന്യാഹു ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവുമില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന് പറയപ്പെടുന്ന തുടരുന്നതിനിടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ പട നുഴഞ്ഞുകയറ്റം നടത്തുകയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും കടുത്ത മുന്നറിയിപ്പുമായിട്ടാണ് ഇറാന്റെ പ്രതിരോധ സേനയുടെ ഇടപെടലുകൾ. ഇനി വരാൻ പോകുന്നത് നാലാം മുറ അല്ലെങ്കിൽ നാലാം തലമുറയുടെ ഒരു യുദ്ധമാണ്. അഞ്ചാം തലമുറ മിസൈലുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ വർഷം നടത്തിയെങ്കിലും കൃത്യമായിട്ടുള്ള പ്രതിരോധം ഏർപ്പെടുത്തി എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. പക്ഷേ നെതന്യാഹുവിന്റെ ഓഫീസിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇറാന്റെ മിസൈൽ വർഷത്തെ തടയുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഒരു ദിവസം 1-2 ദിവസത്തിലധികമായിട്ട് ഈ ആക്രമണത്തിന് ശേഷം പക്ഷേ നെതന്യാഹുവിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. കാരണം നെതന്യാഹുവിനെ വധിക്കുക എന്നതാണ് ഇപ്പോൾ ഇറാന്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്ക് തയ്യാറാകാതെ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇറാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടെല്ലവീവിലെ നെതന്യാഹുവിന്റെ ഓഫീസിലും ഒപ്പം തന്നെ ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ഈ ഖൈബർ മിസൈലുകളാണ് ഇറാൻ തൊടുത്തു വിട്ടത് എന്നുള്ളതാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നതിന്. എന്നാൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ കൃത്യമായിട്ട് പ്രതിരോധിച്ചു എന്നുള്ള ഇസ്രായേലി സൈന്യത്തിന്റെ പ്രതികരണം വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏകദേശം 3 F-15 വിമാനങ്ങൾ തകർന്നുവെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം തങ്ങൾ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഇറാന്റെ പ്രതികരണം നൽകുന്ന സൂചന വധം എന്ന് പറയപ്പെടുന്നത് ഇനി നെതന്യാഹുവിനെയാണ്. നെതന്യാഹുവിനെ വധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ച എന്നുള്ളത്. കാരണം അവരുടെ പരമോന്നത നേതാവ് ശനിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ കൊന്നത്, ആ കൊല്ലപ്പെട്ടത് മുതൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തി വരികയാണ്, തുടർക്കഥയാവുകയാണ്. ഏത് തരത്തിലും ഇറാന്റെ ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കുവാനുള്ള കെൽപ്പ് ഇസ്രായേലിനുണ്ടാകും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ നേതാവായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനിയൊരു സമാധാന ചർച്ചകളിലേക്ക് പോവുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഇറാന്റെ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ഓപ്പറേഷനാണ് ഇറാനിലാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ ഏകദേശം 550-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത്. സംഘർഷം ഗൾഫ് മേഖലയിലും കാര്യമായിട്ട് തന്നെ തുടരുകയാണ്. ആ മേഖലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ ബോട്ട്, അത് ആ ഡ്രോൺ ബോട്ട് ആക്രമണത്തിൽ ഒമാനിലെ എണ്ണക്കപ്പൽ ജീവനക്കാരായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു കപ്പലിന് നേരെയുള്ള ആക്രമണത്തിൽ 2 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. അപ്പോൾ നിരവധി പ്രവാസികൾ താമസിക്കുന്ന ഗൾഫ് മേഖലയിൽ ആക്രമണം നടക്കുന്നതിൽ മലയാളികൾക്ക് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇതേ സമയത്തിന് കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ മുന്നോട്ട് വരുന്നുണ്ട്. 4ാം തലമുറ, അതായത് 5ാം തലമുറ മിസൈലുകൾ വരാൻ പോകുന്നു എന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തങ്ങളുടെ 3 വിമാനങ്ങൾ, അതായത് F-15 വിമാനങ്ങൾ തകർന്നതായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. കുവൈറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അബദ്ധത്തിൽ വീഴ്ത്തിയത് എന്നാണുള്ള വാദങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഫ്രണ്ട്ലി ഫയർ എന്നാണ് യുദ്ധവിമാനങ്ങൾ തകർന്നതിനെ കുറിച്ച് അമേരിക്ക വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-15 എന്ന് പറയപ്പെടുന്നത്. F-15 പോലുള്ള 3 യുദ്ധവിമാനങ്ങൾ തകർത്തിരിക്കുകയാണ് ഇറാൻ ഈ ഒരു നിമിഷത്തിലൊക്കെ തന്നെ. അതേസമയം ഇറാനെതിരായിട്ടുള്ള സൈനിക നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് USSന്റെ വാർ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗസത്ത് ഈ രംഗത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല ഈ യുദ്ധം അമേരിക്ക തുടങ്ങിയതല്ല എന്നും ഇറാൻ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ശേഖരിക്കുകയും ആണവ ഉൽപാദനം തുടരുകയായിരുന്നു എന്നും അത് പൂർണ്ണമായിട്ടും തകർക്കുകയാണ് US ലക്ഷ്യമെന്നും പീറ്റ് ഹെഗസത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറാൻ വൻതോതിൽ മിസൈലുകൾ അടക്കമുള്ള ആയുധ ശേഖരം നടത്തി US സേനയെ ആക്രമിക്കാൻ നോക്കിയിരിക്കുകയാണ് എന്നാണ് ഹെഗ്സത്തിന്റെ വാദം. പക്ഷേ US സേനയെ ആക്രമിക്കുവാൻ ഉള്ള ആ തക്കം നോക്കിയിരിക്കലായിരുന്നു എന്നുള്ളതിൽ പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേല് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതും. വളരെ കൃത്യമായിട്ടുള്ള ഇസ്രായേലി ചാരന്മാർ ഇറാന്റെ നേതാവ്, പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനി എവിടെയാണ് ഉള്ളത് എന്ന് നോക്കി വളരെ കൃത്യമായിട്ടുള്ള ആയുധ വർഷമാണ് നടത്തിയത്. അത് രാത്രികാലങ്ങളിൽ യുദ്ധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഇസ്രായേൽ വളരെ പെട്ടെന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഓഫീസിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞ സാഹചര്യത്തിലാണ് ആ ശനിയാഴ്ച പകൽ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചതും യുദ്ധം തുടങ്ങിയത് ഇറാനാണ് എന്ന് ഹെഗ്സത്ത് പറയപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം അമേരിക്കയുടെ സപ്പോർട്ട് കൂടിയുള്ള ഇസ്രായേലിന്റെ ആക്രമണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ എന്തായാലും ശക്തമായിട്ടുള്ള മിസൈലും ഡ്രോണും ഒക്കെ
ഇപ്പോൾ തലങ്ങും വിലങ്ങും പ്രയോഗിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഇക്കാലം അത്രയും അമേരിക്കൻ സൈന്യത്തെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വളരെ വലിയ നീക്കമാണ് നടത്തിയിരുന്നത് ഇറാൻ എന്നുള്ളത് ഹെക്സത്ത് ആരോപിക്കുമ്പോഴും ആ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഹെക്സത്തിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ട്രംപിനെ മാറ്റി നിർത്തിയുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. കാരണം അവരുടെ ഒരേ ഒരു ലക്ഷ്യം ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇസ്രായേലിന്റെ നേതാവായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇറാൻ പടയുടെ നുഴഞ്ഞു കയറ്റം എന്ന് പറയപ്പെടുന്ന വരുന്ന മണിക്കൂറുകളിൽ. നെതന്യാഹു ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവുമില്ല. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. നെതന്യാഹുവിനെ വധിക്കുവാനുള്ള ഇറാൻ പടയുടെ നുഴഞ്ഞു കയറ്റം ഇനിയും ഉണ്ടാകും. ഇതുപോലെ തന്നെ ഇനിയും നെതന്യാഹുവിനെ വധിക്കുക എന്നതിന് ശേഷം മാത്രമായിരിക്കും ഇറാൻ പട ഇസ്രായേലിൽ നിന്ന് പിന്മാറുക എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല.